ആധുനിക കാലത്ത് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ രീതികളും ശാരീരിക അധ്വാനമില്ലായ്മയും കാരണം പ്രമേഹം ബാധിക്കുന്നവരുടെ എണ്ണം ലോകമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിലും വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഉയർന്നു വരുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പഠനപ്രകാരം രാജ്യത്ത് പ്രമേഹ ബാധിതരുടെയും പ്രീ ഡയബറ്റിക് ഘട്ടത്തിലുള്ളവരുടെയും എണ്ണം കോടിക്കണക്കായി അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർധനവ് നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഓരോപോലെ ഭക്ഷണക്രമത്തെയും ജീവിത ശൈലിയെയും കുറിച്ചുള്ള പുതിയ ആശങ്കകൾ ഉയർത്തിവിട്ടിട്ടുണ്ട്. ശരീരത്തിലെ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനക്ഷമത കുറയുകയും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യപ്പെടാതെ രക്തത്തിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഈ അവസ്ഥ ദീർഘകാലം തുടരുന്നത് രക്തക്കുഴലുകളെ ദുർബലപ്പെടുത്തുകയും കണ്ണ്, ഹൃദയം, വൃക്കകൾ, നാഡീവ്യൂഹങ്ങൾ തുടങ്ങിയ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ സ്വാഭാവിക പ്രവർത്തനത്തെ പടിപടിയായി തകരാറിലാക്കുകയും ചെയ്യുന്നു. പലരും രക്തത്തിൽ പഞ്ചസാര കൂടുമെന്ന് ഭയന്ന് പഴങ്ങൾ പൂർണ്ണമായും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റായ ധാരണയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ശരീരത്തിന്റെ ഈ തകർച്ച തടയാൻ യാതൊരു ചെലവുമില്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാമത്തെ കാര്യം ദിവസവും പ്രധാന ഭക്ഷണങ്ങൾക്ക് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മിതമായ വേഗതയിൽ നടക്കുക എന്നതാണ്. ഇത് പേശികൾ നേരിട്ട് ഇൻസുലിന്റെ സഹായമില്ലാതെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാൻ സഹായിക്കും. രണ്ടാമതായി, രാത്രിയിൽ കൃത്യസമയത്ത് ഉറങ്ങാൻ കിടക്കുകയും 7 മുതൽ 8 മണിക്കൂർ വരെ ആഴത്തിലുള്ള ഉറക്കം ഉറപ്പാക്കുകയും ചെയ്യുക. കാരണം ഉറക്കക്കുറവ് ശരീരത്തിൽ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിപ്പിക്കുകയും അത് ഇൻസുലിൻ പ്രതിരോധത്തിന് കാരണമാവുകയും ചെയ്യും. മൂന്നാമത്തെ പ്രധാന ശീലം പ്രകൃതിദത്തമായ രീതിയിൽ ശരീരത്തിന് ആവശ്യമായ വെള്ളം കൃത്യമായ ഇടവേളകളിൽ കുടിക്കുക എന്നതാണ്. ഇത് രക്തം ശുദ്ധീകരിക്കാനും വൃക്കകൾ വഴി അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ സ്വാഭാവികമായി പുറന്തള്ളുവാനും ശരീരത്തെ സഹായിക്കുന്നു. നാലാമതായി, കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് കർശനമായി കുറച്ചുകൊണ്ട് നാരുകളും പ്രോട്ടീനും ധാരാളമായി അടങ്ങിയ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിന്റെ പ്രധാന ഭാഗമാക്കണം. മാങ്ങ, സപ്പോട്ട, മുന്തിരി, വാഴപ്പഴം, കസ്റ്റാർഡ് ആപ്പിൾ, ചക്കപ്പഴം എന്നിവയിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലായതിനാൽ അവ വലിയ അളവിൽ കഴിക്കുന്നത് ഒഴിവാക്കി പരിമിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ മാറ്റമായി, കോശങ്ങൾക്ക് കൂടുതൽ ഉണർവ് നൽകാൻ ആഴ്ചകളിൽ കുറഞ്ഞത് 5 ദിവസമെങ്കിലും ലളിതമായ വ്യായാമങ്ങളോ യോഗയോ ശീലമാക്കുന്നത് ശരീരത്തിന്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇതിനൊപ്പം പേരയ്ക്ക, ആപ്പിൾ, പിയർ, ഓറഞ്ച്, പപ്പായ, കിവി, ചെറി, ഞാവൽപ്പഴം, റാസ്ബെറി തുടങ്ങിയ ഫൈബർ അടങ്ങിയ പഴങ്ങൾ മിതമായ അളവിൽ ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിലേക്ക് പതുക്കെ മാത്രം ഗ്ലൂക്കോസ് പുറത്തുവിടാൻ സഹായിക്കും. 100 ഗ്രാം പേരയ്ക്കയിൽ 5 ഗ്രാം വരെ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ വ്യതിയാനങ്ങൾ തടയാൻ മികച്ചതാണ്. ആറാമതായി, കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ദിവസവും അല്പസമയം ശ്വസന വ്യായാമങ്ങൾ ചെയ്യുക. ഇത് ഹോർമോൺ സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. പഴങ്ങൾ ജ്യൂസാക്കി കുടിക്കുമ്പോൾ നാരുകൾ നഷ്ടപ്പെടുകയും രക്തത്തിൽ ഗ്ലൂക്കോസ് അതിവേഗം ഉയരുകയും ചെയ്യുന്നതിന് ജ്യൂസുകൾ ഒഴിവാക്കി പഴങ്ങൾ നേരിട്ട് ചവച്ചരച്ച് കഴിക്കാൻ എപ്പോഴും ഓർക്കണം. നിലവിലുള്ള പ്രമേഹാവസ്ഥയെ നിയന്ത്രിക്കുവാനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ഊർജ്ജസ്വലത നിലനിർത്തുവാനും ഈ 6 ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മുൻനിർത്തി ഈ സുപ്രധാന വിവരങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.